നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇറാനുമായുള്ള അമേരിക്കയുടെ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ വലിയ നാശനഷ്ടം വിതച്ചിരിക്കുന്നു എന്നാണ് അമേരിക്കയുടെ കണക്കൂട്ടൽ. വൈറ്റ് ഹൗസിൽ വരുന്ന അനൗദ്യോഗിക വാർത്തകൾ എത്രത്തോളം യാഥാർത്ഥ്യമാകും എന്നുള്ളതാണ് മറ്റ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയൻ അടക്കം ഇതിനെക്കുറിച്ച് വിലയിരുത്തുന്നത്. കാരണം അമേരിക്കയുടെ വലിയ രീതിയിലുള്ള സ്വാധീനം മിഡിൽ ഈസ്റ്റിൽ കുറയുകയാണ്. അമേരിക്കയ്ക്ക് തിരുവായ്ക്ക് എതിർവായില്ലാത്ത രീതിയിലേക്ക് അമേരിക്ക പറയുന്നതിൽ നിന്നും അണുവിട മാറാതെ അമേരിക്കയ്ക്കെതിരെ ചിന്തിക്കുക പോലും ചെയ്യാതിരുന്ന മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ ഇപ്പോൾ അമേരിക്കയെ തള്ളി പറയുന്നു, ഒരു കൂസലുമില്ലാതെ. കാരണം അതിനൊക്കെ പ്രചോദനം കൊടുക്കുന്നത് ഇറാൻ അമേരിക്കയ്ക്ക് മേൽ നേടിയെടുത്ത മാസ്മരിക ചെറുത്തുനിൽപ്പും മുന്നേറ്റവുമാണ്. വിജയം എന്നതിനപ്പുറത്തേക്ക് ചെറുത്തുനിൽപ്പാണ് ഇറാന്റെ ഏറ്റവും മികച്ച പ്രകടനം, ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനം എന്ന് പറയാൻ കഴിയുന്ന രീതിയിൽ ആയത്തുള്ള അലി ഖമനേയിയെ വധിച്ചതിന് ശേഷം അമേരിക്കയോട് ഇറാൻ എടുത്ത നയങ്ങൾ തന്നെ ഏറ്റവും ശക്തമായി ഇറാന്റെ പോരാട്ട വീര്യം പ്രകടമാകുന്ന തരത്തിലായിരുന്നു. അമേരിക്കയുടെ അത്യാധുനിക ബാലിസ്റ്റിക് സംവിധാനങ്ങളെ തവിടുപൊടിയാക്കിക്കൊണ്ട്, അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളെ തച്ചുടച്ചുകൊണ്ട്, അമേരിക്കയുടെ വെടിക്കോപ്പുകളെ നിഷ്പ്രഭമാക്കിക്കൊണ്ടുള്ള ഇറാന്റെ പോരാട്ട വീര്യം. മസൂദ് പസക്സിയാൻ പറഞ്ഞതുപോലെ ഇറാൻ ലോകത്തെമ്പാടുമുള്ള അമേരിക്കയുടെ ഏറ്റവും വലിയ ചൂഷണ രീതികൾക്ക് വിധേയപ്പെട്ട, അല്ലെങ്കിൽ അതിൻ്റെ ഇരകളാകേണ്ടി വന്ന രാജ്യങ്ങൾക്ക് കൂടി വേണ്ടി നിലനിൽക്കുകയാണ് എന്നുള്ളതാണ്. നോക്കൂ, അമേരിക്കയുടെ ഏകാധിപത്യ നിലപാട് ലാറ്റിൻ അമേരിക്കയിലെ വെനസ്വേലയിലെ നേതാവായിട്ടുള്ള നിക്കോളാസ് മഡൂറോയെ തട്ടിക്കൊണ്ടുപോയതടക്കം ലോകത്ത് മാപ്പർഹിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ ലോകത്ത് ചില ഉത്തരങ്ങൾ പോലും നൽകാൻ കഴിയാത്ത, അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ പോലും നിലനിൽക്കാൻ കഴിയാത്ത രീതിയിലുള്ള നെറുകേടുകൾ മുഴുവൻ കാണിച്ചിട്ട് തങ്ങൾ ഭീകരവാദത്തിനെതിരാണ്, തങ്ങൾ ഭീകരവാദത്തിൻ്റെ എല്ലാ രീതിയിലുള്ള ശ്രമങ്ങളെയും അമർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കാര്യമെന്ന് പറഞ്ഞാൽ, ഇത് കേട്ട് വെള്ളം തൊടാതെ വിഴുങ്ങാൻ മാത്രം വിഡ്ഢികളാണോ മറ്റുള്ള രാജ്യങ്ങൾ? മിഡിൽ ഈസ്റ്റിൽ പ്രത്യേകിച്ചും GCC രാജ്യങ്ങളെ മുഴുവൻ അപകടത്തിലേക്കാക്കുന്ന രീതിയിലുള്ള, അവരെ കൂടുതൽ കടക്കണിയിലേക്കാക്കാൻ വേണ്ടിയുള്ള തീരുമാനങ്ങളാണ് അമേരിക്ക ചെയ്യുന്നത്. അമേരിക്ക പല കാര്യങ്ങളിലും ഇടപെട്ടിട്ട് നൈസായിട്ട് കൈയൊഴിയുന്ന ഒരു രാജ്യമാണ്. ഇപ്പോൾ ഇസ്രയേൽ ആകെ വിറളി പിടിച്ച് നിൽക്കുന്ന അവസ്ഥയാണ്. നെതന്യാഹു മാരക അസുഖം ബാധിച്ച് കിടപ്പിലാണ് എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഇസ്രായേലിന്റെ നല്ല കാലം മുഴുവൻ അവസാനിച്ചിരിക്കുന്നു. ഇസ്രായേൽ ഇനി വേട്ടയാടപ്പെടുന്ന ഒരു രാജ്യമായിരിക്കും. അവിടുത്തെ ഇസ്രായേലിലെ ജൂതന്മാർ ഇനി വെടികൊണ്ട പന്നികളെ പോലെ ഓടും എന്ന് തന്നെയാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ സദാസമയം ജാഗരൂകരായി നിൽക്കുകയാണ്. ഒരു പണി എപ്പോൾ വേണമെങ്കിലും ഇസ്രായേലിന് എവിടെ നിന്ന് വേണമെങ്കിലും കിട്ടാൻ അടിച്ച് പദം വരുത്താൻ തന്നെയാണ് ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ കാത്തിരിക്കുന്നത്.